ഞാൻ പിന്നീട് വായിക്കാം, ആദ്യം കുറച്ച് വായിക്കാം, പിന്നെ സമയം പോലെ പിന്നീട് വായിക്കാം എന്ന് കരുതിയാണ് രാത്രി ഞാൻ പുസ്തകം കയ്യിലെടുക്കുന്നത്. പക്ഷെ ഞാൻ പുസ്തകം വായിച്ചു തീർത്തതിന് ശേഷമാണ് രാത്രി ഞാൻ കിടന്നുറങ്ങുന്നത് എന്നുള്ളതാണ്. ആ പുസ്തകം എന്നെ കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൃതിയുടെ പ്രകാശനം എന്നുള്ള രീതിയിൽ അത് പ്രകാശനം ചെയ്യാൻ കഴിയുക എന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്, ഒന്ന് ഈ പ്രകാശനം ചെയ്യുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡോക്ടറാണ് എന്നുള്ളത് ഒരു സന്തോഷമാണ്. രണ്ട്, ഏറ്റുവാങ്ങുന്നത് സരിതയാണെന്നുള്ളത് അതിലേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും, അതായത് ഇപ്പൊ നമ്മളൊരു കുടുംബത്തിലേക്ക് വന്നതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കിടയിലേക്ക് വന്നതുപോലെ തോന്നുന്നു ഈ ഒരു പരിപാടിക്ക് വന്നത് എന്നുള്ളതാണ്. ഉമ്മർ മാഷുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും, ഞാൻ ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് പുസ്തകത്തെ കുറിച്ചും ഞാൻ ആഴത്തിൽ പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. പുസ്തകം ഞാൻ വായിച്ചതാണ്. ആ പുസ്തകത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാനുണ്ട്, ധാരാളം സംസാരിക്കാനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നില്ല. കാരണം പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന ദൗത്യം ഇവിടെ പൂർത്തീകരിക്കാൻ ഒരാളുണ്ട്. പലപ്പോഴും ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന ആൾക്ക് ഈ പ്രകാശനം ചെയ്യുന്ന ആളൊക്കെ ഒരു വെല്ലുവിളിയാണ്. കാരണം ഒരുപാട് വേദികളിൽ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുള്ള കാര്യം, ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വിളിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുന്ന വേദിയിൽ ആ പുസ്തകത്തെ കുറിച്ച് 3, 4, 5 ആൾ അതിദീർഘമായിട്ട് അരമണിക്കൂറും 45 മിനിറ്റും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പുസ്തകം പരിചയപ്പെടുത്താൻ കയറുന്ന ആൾക്ക് എന്ത് പറയാനുണ്ടാവുക? പക്ഷെ അപ്പോഴും മറ്റൊരു ആംഗിളിൽ, മറ്റൊരു രീതിയിൽ, കാരണം ഓരോ മനുഷ്യനും വായിക്കുന്നത്, ഇപ്പൊ വിഷയത്തിൽ പറയുന്ന കുട്ടികളുടെ അവസ്ഥ പോലെ തന്നെ അതല്ലാതെ ഉള്ള ആളുകൾ പോലും വായിക്കുമ്പോൾ വിവിധ തലത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കൃതിയും വായിക്കുന്നത്. ഞാൻ വായിച്ചതുപോലെ ആയിരിക്കില്ല എന്റെ തലച്ചോറ് അതിന് ഉൾക്കൊള്ളുക. അതിന് പാകപ്പെട്ടുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. ഞാൻ വായിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ കളറുകളെ കാണുന്നത് പോലെ തന്നെയാണോ ചുറ്റുമുള്ള മനുഷ്യന്മാർ കാണാറുള്ളത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്തോ അങ്ങനെ ഒരു ഭ്രാന്ത ചിന്ത പലപ്പോഴും എന്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ ചുവപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ കളർ ഞാൻ മനസ്സിലാക്കുന്നത് പോലെയാണോ എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് ആ ചുവപ്പിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ പച്ചയെ മനസ്സിലാക്കുന്നത്? അതൊരു അത്ഭുതമുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ ആശയവിനിമയം നടത്തും? അത് അങ്ങനെയാണെന്നുള്ള വേറൊരാൾ എങ്ങനെ അറിയിക്കാൻ പറ്റും? ഞാനും അല്ലെങ്കിൽ മറ്റൊരാളും, ഞങ്ങൾ രണ്ടുപേരും ഈ ചുവപ്പിനെ ഒരേ തലത്തിലാണ് കണ്ടത്, ഞങ്ങൾ മനസ്സിലാക്കിയ ചുവപ്പ് എന്ന് പറയുന്നത് ഒരേ തലത്തിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സാധ്യമല്ല. കാരണം ഞാൻ കണ്ടത് എനിക്ക് അതിന് ആശയവിനിമയം പറ്റുന്നില്ല ഈ ആൾ. അപ്പൊ അതുകൊണ്ട് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പറയുന്ന പോലെ ഈ കുഞ്ഞുങ്ങൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിട്ട്. എനിക്കറിയാം, എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 30 വയസ്സ് ഇപ്പം കാണും. അവന്റെ ചെറുപ്രായത്തിൽ അവന്റെ ഉപ്പയും ഉമ്മയും അവന്റെ പുറകെ അവന്റെ ഓടും, റോഡിലൂടെയൊക്കെ ഓടും. റൂമിൽ വാതിലടച്ച് 4 ചുമരുകൾക്കകത്ത് പൂട്ടിയിടുകയാണ് ചെയ്യുക, വാതിലടച്ച് പൂട്ടിയിടാറ്. അപ്പൊ ഞാൻ നൽകി എന്തുകൊണ്ടാണ് ഇവനെ പൂട്ടിയിടുന്നത്? കാരണം അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പൂട്ടിയിടുന്നത്? തുറന്നു വിട്ട് അവനങ്ങ് ഓടും, അവന്റെ പുറകെ ഓടണം. ഈ ഓടുന്ന സമയത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, ഒരുപക്ഷെ അവന്റെ ശരീരത്തിൽ വസ്ത്രങ്ങൾ. അപ്പൊ അത്രമേൽ ആഴത്തിൽ അവരൊരു പീഡനം പോലെ, ഒരു വേദന പോലെ അദ്ദേഹം കരയുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് മറുപടി ഒന്നും ഉണ്ടാവില്ല, ഞാൻ കരഞ്ഞ് കണ്ണീന്ന് കണ്ണീരിങ്ങനെ വരുന്നത് കാണാം. മറ്റൊന്നും ചെയ്യാനില്ല, ഒരു പീഡനം പോലെ മൂപ്പര് അതിങ്ങനെ അനുഭവിച്ചുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ആ കുഞ്ഞെന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 38 വയസ്സ് 40 വയസ്സിന്റെ അടുത്തുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇന്നും അതേപോലെ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ളത്. അതൊരു കാലഘട്ടത്തിന്റെ പൈശാചികമായ ഒരു അവസ്ഥയായിരുന്നു അത് എന്നുള്ളതാണ്. ആ കാലഘട്ടമൊക്കെ മറികടന്നു നമ്മളിന്ന് കുറെ കൂടെ മെച്ചപ്പെട്ട, പുരോഗതി പ്രാപിച്ച, കുറെ കൂടെ വിശാലമായ മനസ്സുള്ള ആളുകളായിട്ട് മാറി. അതുകൊണ്ടാണ് ഈ ആർദ്രം അല്ലെ, നമ്മളുടെ ഹൃദയത്തിൽ ഈ കനിവാണ് ഈ ആർദ്രം. ദയ, കനിവ്, കാരുണ്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യനിൽ നിർവചിക്കാനാവാത്ത വികാരങ്ങളുടെ വേലിയേറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അത്തരം വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇന്നീ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ. സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ആദ്യം കല്ലെറിയാൻ ശ്രമിക്കുന്നവരാണ്. അത് ഏത് കാര്യത്തിനും നോ ആണ് സമൂഹത്തിന്റെ ആദ്യത്തെ വാക്ക്. സമൂഹം എപ്പോഴും തിരസ്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്, സ്വീകരിക്കാൻ ശ്രമിക്കുന്നവരല്ല. ആ തിരസ്കൃതമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് എന്നും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് ഇത്തരത്തിലുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ എന്നല്ല, ഏത് തരത്തിലാണെങ്കിലും പിന്നീട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ.
പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ മാറ്റങ്ങൾ വന്ന് വിശാലമായ മനസ്സിന്റെ ഉടമകളായി ഭയങ്കര മാറ്റങ്ങളിലേക്ക് നമ്മൾ വന്നു. നമ്മൾ കേരളത്തിൽ അത്രയും കുട്ടികളെ കണ്ടാൽ ഉൾക്കൊള്ളാനുള്ള പരുവത്തിലേക്ക് എത്തി. നമുക്ക് ഇഷ്ടംപോലെ സ്കൂളുകളായി. മനുഷ്യന്മാർക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള അതിന്റെ നോളജ്, അറിവാണല്ലോ പ്രധാന പ്രശ്നങ്ങൾ. അറിവില്ലായ്മയായിരുന്നല്ലോ നമ്മളെല്ലാം കുഴപ്പം. നമ്മൾ അറിവുകൾ നേടി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ കോട്ട് അതിനെ വളരെയധികം സ്വാധീനിച്ചൊരു വാക്കാണ് ഈ മോണ്ടിസോറി. ആ ഒരു ടീച്ചിങ് മെത്തേഡിലേക്ക് ലോകത്തെ നയിച്ച ഒരു വലിയ പദവിയുള്ള ഒരു മനുഷ്യനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വനിതയെ കുറിച്ച് പറയുന്നു. ഞാൻ എൻ്റെ മകള് സ്കൂൾ പ്രായമായപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഞാൻ മോണ്ടിസോറി നമ്മളെ പരിസരത്ത് എവിടെയുള്ളത് എന്നുള്ളതായിരുന്നു. അങ്ങനെ മോണ്ടിസോറി അന്വേഷിച്ച് ഞാൻ മോണ്ടിസോറി സ്കൂളിൽ അവളെ കൊണ്ട് ചേർത്തു. കാരണം എഡ്യൂക്കേഷൻ ഒരു പീഡനം ആവരുത് ഒരിക്കലും. നമ്മളുടെ ദുർഭാഗ്യവശാൽ നമ്മളുടെ ഈ ഒരു സംവിധാനത്തിലെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പലപ്പോഴും പീഡനമായിട്ട് മാറുന്നുണ്ട്. കുട്ടികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറത്ത്. ഏത് പ്രായത്തിലാണ് കുട്ടിക്ക് പെൻസിലും പേനയും കയ്യിൽ വിരലുകൾ പിടിച്ച് എഴുതാൻ പാകമാകുന്നത് എന്നുള്ള അറിവ് നമ്മളെ പാരൻസിനില്ല, നമ്മുടെ ടീച്ചർമാർക്കും ഇല്ല. ഏത് പ്രായത്തിലാണ് കുട്ടിക്ക് പെണ്ണെടുക്കാൻ ഈ വിരലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാം. ഡോക്ടർ എന്തോ ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു പോയിട്ടില്ല. ഡോക്ടർ ആ വിരലതിന് പാകമാവുന്നത്, അമർത്തി പിടിക്കാൻ, ഒരു പെണ്ണ് പിടിക്കാൻ പാകമാവുന്നത് പ്രായമാകുമ്പോഴേ അതിനു മുൻപേ നമ്മുടെ കുട്ടികളെ കയ്യിലേക്ക് പെണ്ണെടുത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എനിക്കറിയാം. ഞാൻ എന്റെ തറവാട്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം, രാത്രി 11 മണി വരെയൊക്കെ 3.5 വയസ്സുള്ള കുട്ടിയെ, LKG പഠിക്കുന്ന കുട്ടിയെ ഇരുത്തി എഴുതിപ്പിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പീഡനമാക്കി ഒരിക്കലും പിന്നീട് പഠനം എന്നുള്ളത് ഒരു ഭീതി അവസ്ഥയിലേക്ക് ആണ് പലപ്പോഴും കടന്നു പോയിട്ടുള്ളത്. അതിലൊക്കെ മാറ്റം വന്നു. നമ്മൾക്ക് കുറെ ബോധ്യം വന്നു. പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുന്നിടത്ത് ഒരമ്മയും ഒരു അച്ഛനും കൂടി ജനിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വന്നു. പാരന്റിങ് എന്ന് പറയുന്നത് വിശാലമായ വലിയൊരു ലോകമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ലോകത്തിൽ ഏറ്റവും വലിയ സർവകലാശാല നമ്മളെ വീടാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മളെ വീട്ടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അത് ഇങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ ബോധ്യമുണ്ടായി. അതിനനുസരിച്ച് നമ്മൾ പാകപ്പെടുകയും പരുവപ്പെടുകയും എല്ലാം ചെയ്തു. പക്ഷെ എന്നിട്ട് നമുക്ക് എവിടേക്കോ നമുക്ക് കുഴപ്പങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്താൻ വേണം. നമുക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പാരന്റിങ്ങിൽ. മുമ്പ് സോഷ്യൽ പാരന്റിങ്ങിന്റെ കാലമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സോഷ്യൽ പാരന്റിങ് എന്നുള്ളത് അസ്തമിച്ചു. ഇന്ന് സെൽഫ് പാരന്റിങ്ങിന്റെ കാലമാണ്. സോഷ്യൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്റെ സുഹൃത്തിന്റെ മകൻ ഉപദേശിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. റോഡിൽ ഒരു അനാവശ്യ ചുറ്റുപാടിൽ അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കാമായിരുന്നു. ഇന്ന് പറ്റില്ല കേട്ടോ. ഇന്ന് ടീച്ചർമാർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ടീച്ചർമാർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ടീച്ചർമാർക്ക് ഒരുപാട് അറിവില്ലായ്മകളുണ്ട്. നമ്മൾ ടീച്ചർമാർക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ടീച്ചർമാരുടെ കുറെ ശാഠ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ടീച്ചർമാരുടെ കുറെ അറിവില്ലായ്മകളുണ്ട്. ഇതിനൊക്കെയുള്ള സമൂഹത്തിന്റെ അറിവില്ലായ്മ, ഒന്നിനെ സൃഷ്ടിക്കുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ള ഒരു അറിവ്, ഇത്തരത്തിലുള്ള സമൂഹത്തിന്, പാരന്റ്സിന്, ടീച്ചർമാർക്ക്, അതുപോലെ തന്നെ സർവസ്വം ഈ സമൂഹത്തിന്റെ ഭാഗമാക്കായ ആളുകൾക്കുള്ള ഒരു കൈപുസ്തകമായിട്ട് ഞാൻ ഈ ഒരു പുസ്തകത്തെ സജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഈ പുസ്തകത്തെ പൊതു സമൂഹത്തിന് സമർപ്പിക്കുന്നു. നിങ്ങൾ വായിക്കണം, തീർച്ചയായിട്ടും പുസ്തകം വായിക്കണം. 120 130 പേജുള്ള ഈ പുസ്തകത്തിൽ വായന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 60 പേജിന്റെ താഴ്ത്തേ ഉള്ളൂ. ചിത്രങ്ങളും മറ്റ് സംഭവങ്ങളും ഒക്കെ ആയിട്ട് അതിങ്ങനെ നീണ്ടു പരന്ന് കിടക്കണം. നിങ്ങൾ വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങളെ ഹൃദയത്തിൽ അടഞ്ഞു കിടക്കുന്ന കുറെ വാതിലുകൾ അങ്ങനെ തുറക്കും. അതിലൂടെ കുറെ കാറ്റും വെളിച്ചമൊക്കെ അകത്തേക്ക് കടന്നു വരും. കാരുണ്യം കൊണ്ട് നമ്മൾ ത്രസിച്ചു പോകും. കാരണം എന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞാൻ വളരെ ശാഠ്യമുള്ളൊരു കുട്ടിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ മാതാപിതാക്കൾ ഞാൻ മൂലം കഷ്ടപ്പെട്ടതിന്റെ അളവുകൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കൽ പോലും ഒരു കാര്യവും പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാത്ത, കൃത്യമായിട്ട് അനുസരിക്കാത്ത, അനുസരണശീലം എന്ന് പറയുന്നത് ലെവലേശം തൊട്ട് തീണ്ടാത്ത, പുറത്തൊക്കെ പോകുന്ന സമയത്ത് നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോയ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നും എന്റെ മാതാവൊക്കെ അനുഭവിച്ച പ്രതിസന്ധി അത് ഭീകരമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് കുറ്റപ്പെടുത്തലായിട്ടായിരുന്നില്ല പറഞ്ഞത്. പക്ഷെ ആ രാവുകളിൽ കഥകൾ പറഞ്ഞ് കഥകളുടെ ലോകത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരമ്മ എന്ന് പറയുന്നത് ലോകത്ത് ഇത്രയും വലിയൊരു പോരാളി എന്ന് പറയുന്നത് മറ്റൊന്നില്ല എന്നുള്ളതിന്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരമ്മയോളം പുണ്യം ചെയ്ത ഒരു പദവി ലോകത്ത് മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം അമ്മയാണെന്നും ഇത് മകനാണ് എന്നുള്ളതിൽ മകളാണ് എന്നുള്ള രേഖപ്പെടുത്തൽ, പൊക്കൽ കൊടി എന്ന് പറയുന്ന വലിയൊരു സംഭവം മുറിച്ചു മാറ്റിക്കൊണ്ട് പൊക്കൽ എന്ന വലിയൊരു സീല് നമുക്കുള്ളിൽ അടിച്ചുകൊണ്ടാണ് ഒരമ്മയുടെ മകളാണ്, ഒരമ്മയുടെ മകനാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പുറം ലോകത്തേക്ക് നയിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ആ പൊക്കൽ അതൊരു അമ്മയുടെ ഓർമ്മയാണ് എന്നുള്ളതാണ്. എന്റെ ഉമ്മ മരിച്ചുപോയി, പക്ഷെ അവർ എന്നെ നയിച്ചത് അങ്ങനത്തെ ഒരു ലോകത്തിലേക്കായിരുന്നു.
എന്റെ ഉമ്മയില്ലായിരുന്നെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് നേടാൻ കഴിയില്ലായിരുന്നു. കാരണം അത്ര സഹനവും അത്ര ക്ഷമയോടും കൂടി ഒരു മകനെ ഒരു മകളെ വാർത്തെടുക്കാൻ കഴിയുന്ന മറ്റൊരു സംവിധാനം ലോകത്ത് ഉണ്ടായിരിക്കില്ല. ആ സംവിധാനത്തിന്റെ ഒരു മുഖച്ഛായ, അതിന്റെ ഒരു പതിപ്പ്, ആ പതിപ്പിന്റെ സർവസ്വം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കൃതി നമ്മളോട് സംവദിക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് മാറുന്നതും. വെറും വാക്ക് പറയുന്നതല്ലോ കൃതിയെ കുറിച്ച് ഞാൻ വരുന്ന വഴി ഡോക്ടറോട് ഞാൻ പറയുകയും ചെയ്തു. കാരണം ഈ ഒരു കൃതി ഇതൊരു വിസ്മയം തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. മനോഹരമായിട്ടുള്ള ഭാഷയാണ് അത്. മനോഹരമായിട്ട് സാധാരണ ചില കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് ഇടർച്ച പറ്റാറുണ്ട്. വ്യത്യാസം കാരണം കാല് തടഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് ഒരു ദുർഗ്രാഹ്യമായ ഒരു വായന നടത്തേണ്ടി വരാറുണ്ട്. അങ്ങനെ പ്രശ്നമേ ഇതിന് ഒതുക്കില്ല. ഒന്നുകിൽ അവർ അങ്ങനെ എഴുതി, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ നല്ലൊരു എഡിറ്റർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. മനോഹരമായ ലേഔട്ടാണ് ഈ പുസ്തകത്തിന്. നല്ല മികച്ച ചിത്രങ്ങള്, എന്തുകൊണ്ടും മികച്ചൊരു പുസ്തകം. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആ പുസ്തകം നമ്മളെ ഹൃദയത്തെ എങ്ങനെയാണ് തൊടുന്നത്, ഒരു അവരത്വബോധത്തിലേക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യരുടെ മാനസികമായ അവസ്ഥകളിലേക്കൊക്കെ കടന്നു പോകാൻ കഴിയുന്നത് അതൊരു അല്പം കാരുണ്യത്തിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ വായിച്ചാൽ അറിയാതെ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. തീർച്ചയായിട്ടും ഇതൊരു വലിയ കാരുണ്യ പ്രവർത്തനമാണ്, ഇത് വലിയൊരു ദൗത്യമാണ്. കാരണം ഇത്തരത്തിലുള്ള മക്കള്, ഇത്തരത്തിലുള്ള കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് ആ കുടുംബം മൊത്തം അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നുമില്ല, ഇത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങളെപ്പോലെ സാധാരണ ബുദ്ധിയുള്ള ഒരാളല്ല എന്നാണ് അതിനർത്ഥം എന്ന് നമ്മളോട് പറയുമ്പോൾ, സാധാരണ ബുദ്ധിയിലും അപ്പുറത്ത് നിങ്ങളുടെ ബുദ്ധിയുടെ എതിർദിശയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവുള്ള കുട്ടികൾ അവർ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു പോവുകയും നിങ്ങൾക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയാണ്ടാണ്, നിങ്ങൾക്ക് അവരെ മനസ്സിലാവേണ്ടാണ്. കാരണം എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? നിങ്ങളെ ചെറിയ ബുദ്ധി വെച്ച് അവരെ വലിയ ബുദ്ധി അളക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അവൻ കാണുന്ന ഒരു ആംഗിൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അവൻ കേൾക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അവന്റെ നിരീക്ഷണ പാഠവും അത് നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഈ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് അവന്റെ അടുത്തേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അവരൊന്ന് സൂക്ഷ്മം നിരീക്ഷിച്ചാൽ, അവർക്കൊന്ന് ധൈര്യപൂർവ്വം അവരെ കൂടെ നിന്നാൽ, ഈ സമൂഹം കൂടി അവരെ കൂടെ നിന്ന് കൊടുത്താൽ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് വളരാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും കടന്നു വരുന്ന അത്തരത്തിലുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട്, അവർക്ക് ധൈര്യമായിട്ട്, ആ മാതാപിതാക്കൾക്ക് കരുത്തായിട്ട് ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും നിൽക്കേണ്ടതുണ്ട്. അത് നമ്മുടെ കടമയാണ്. മനുഷ്യൻ എന്നുള്ളത് പ്രവർത്തിക്കാൻ പറഞ്ഞ് ഓരോ 50, 60, 70 കൊല്ലം ജീവിച്ച് മരിച്ചു പോകുന്ന ആ മനുഷ്യർക്ക് പ്രവർത്തിക്കാനുള്ള അവന്റെ ആകാശം ഇതൊക്കെ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവും അത്തരം കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതും, അത്തരത്തിൽ നയിക്കാൻ ആവശ്യമായ ഒരു കൈപുസ്തകമായിട്ട് നമ്മളുടെ കയ്യിൽ ഈ പുസ്തകവും നമ്മുടെ ഹൃദയത്തിൽ അതിലെ വാക്കുകളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം അനേകം പതിപ്പുകൾ പിന്നിട്ടുകൊണ്ട് മനുഷ്യന്റെ ഈ കാരുണ്യം ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുസ്തകത്തിനും എഴുത്തുകാർക്കും ഈ ആർദ്രക്കും ഇത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ കടന്നുപോകുന്ന മുഴുവൻ മനുഷ്യർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു മാസം ഒരു 7ഓളം പുസ്തകം പ്രകാശനം ചെയ്തു. ഇതുപോലെ ഞാൻ പ്രകാശനം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചിട്ടില്ല. ഇവിടെ ഈ ഒരു പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തു, നിങ്ങൾക്ക് ഈ വെളിച്ചത്തിന്റെ തിരി ഞാൻ പകർന്നു കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാവരും ഹൃദ്യമായ അഭിവാദികൾ.